നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 118 അധ്യായം 6 വാക്യം. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യും? ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിലും ഒക്കെ ഇതേ യഹോവയുടെ കരം പിടിച്ചുകൊണ്ട് മുന്നേറിയ നിമിഷങ്ങൾ അതിനേക്കാളേറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യഹോവ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം എന്തിനു ഭയപ്പെടണം എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. കണ്ണുമടച്ച് ഈശോയെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് ഈശോ തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ യഹോവയെ മുറുകെ പിടിക്കുവാനും യഹോവയാകുന്ന ഏറ്റവും വലിയ ആയുധത്തെ, വജ്രായുധത്തെ നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിർത്തുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഏറ്റവും വലിയവനായ ഉന്നതനായ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമുക്ക് മുന്നേ നടന്നു നീങ്ങും എന്നതിൽ സംശയമില്ല. യഹോവയെ പക്ഷം പിടിച്ചുകൊണ്ട് യഹോവ കാട്ടുന്ന വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനുള്ളതാകട്ടെ നമ്മുടെ ജീവിതം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വലിയ കടൽ തീരത്തിന് അരികെ ഒരു മരത്തിന്റെ കീഴിലായി ഉച്ച സമയം കഴിഞ്ഞ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു യാമത്തിൽ ഒരു മുക്കുവൻ ഇരിക്കുകയാണ്, ഒരു മീൻപിടുത്തക്കാരൻ. അദ്ദേഹമാകട്ടെ വെറുതെ കയ്യിലൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് വെറുതെ കാറ്റുകൊണ്ട് അവിടെ ഇരിക്കുന്നു. എന്നാൽ അതുവഴി ഒരു കുടുംബം കടന്നു പോകുന്നു. ഒരു വലിയ ബിസിനസ്സുകാരന്റെ കുടുംബം, ഒരു ബിസിനസ്സുകാരനായ ഭർത്താവും ഭാര്യയും 2 മക്കളുമുള്ള ഒരു കുടുംബം. കുഞ്ഞുങ്ങളാകട്ടെ തിരയിൽ കളിക്കുന്നുണ്ട്, മുന്നോട്ട് സന്തോഷത്തോടെ നീങ്ങുന്നുണ്ട്, ആടിപ്പാടി നടക്കുന്നുണ്ട്, ഇടയ്ക്കിടെ ഐസ്ക്രീമും നുണയുന്നുണ്ട്. എന്നാൽ ഈ മത്സ്യബന്ധനക്കാരനെ അല്ലെങ്കിൽ ഈ മീൻപിടുത്തക്കാരനെ ശ്രദ്ധിച്ച ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. എന്നിട്ട് സൗഹൃദത്തോട് തന്നെ ചോദിക്കുകയാണ്, അല്ലയോ താങ്കളുടെ പേരെന്താണ്? അപ്പോൾ അയാൾ പേര് പറഞ്ഞ് പരിചയപ്പെട്ടതിന് ശേഷം ചോദിക്കുന്നു, താങ്കൾക്ക് മീൻ പിടിക്കാൻ പോകണ്ടയോ? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ പറയുന്നുണ്ട്, ഞാൻ രാവിലെ പോയി അധ്വാനിച്ചു, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എൻ്റെ വിശ്രമ സമയമാണ്. എന്നാൽ അപ്പോൾ ഈ ബിസിനസ്സുകാരൻ പറയുന്നു, താങ്കൾ രാവിലെ അധ്വാനിച്ചു എന്നുള്ളത് ശരി, താങ്കൾക്കുള്ള ഉപജീവന മാർഗത്തിനുള്ള പണം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകമായി കിട്ടുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന ഈ ഒരു സമയം, അധികമായി കിട്ടുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് ജോലി വീണ്ടും ചെയ്യുകയാണെങ്കിൽ അതിനിരട്ടിയായി പണം വർദ്ധിപ്പിക്കാമല്ലോ എന്നുള്ളത്. എന്നാൽ ഇതിന് ഈ മീൻപിടുത്തക്കാരൻ ചിരിച്ചുകൊണ്ട് ഒരു ഉത്തരം നൽകുന്നുണ്ട്. ആ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. എന്തായിരിക്കും അയാൾ പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ 1ാമത്തെ കോളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സൂസമ്മ മാത്യു. സൂസമ്മ ആന്റി, എവിടെ നിന്ന് വിളിക്കുന്നു? ചെന്നൈയിൽ നിന്ന്. ഓക്കെ, ചെന്നൈയിൽ നിന്ന് വിളിക്കാണ്. ആന്റി ചെന്നൈയിലാണോ താമസിക്കുന്നേ? അല്ല, 2 മാസത്തേക്ക് ഇങ്ങോട്ട് വന്നതാ. ഓക്കെ, മക്കൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇവിടെ അച്ഛനും കൊച്ചുമോനും ഓക്കെ നമ്മുടെ സഹായിയും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ജോലിക്ക് പോയി. ഓക്കെ, അപ്പൊ വെക്കേഷൻ പോലെ പോയിരിക്കുവാണ് അല്ലേ? അതെ. നാട്ടിലെവിടെ ആന്റി? നാട്ടിലെ കോന്നിയില വീട്. കോന്നിയില. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സുഖമായിട്ട് പോവല്ലേ കാര്യങ്ങളൊക്കെ? അതെ. ഓക്കെ, അപ്പൊ ആന്റി നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ 1ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? നോക്കാം. ഓക്കെ, 1ാമത്തെ ചോദ്യം ഇതാണ്: അശ്ശൂർ രാജാവിന്റെ കൈ ജനതകളുടെ ധനത്തെ എത്തിപ്പിടിച്ചത് ഏതുപോലെയാണ്? സർവഭൂമിയെയും കൂട്ടിച്ചേർത്തതും ഏതുപോലെയാണ്? ജാതിയുടെ പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു, ഉപേക്ഷിച്ച് കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവഭൂമിയെയും കൂട്ടിച്ചേർത്തു. ശരി ഉത്തരമാണ് ആന്റി, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: ഒരു പക്ഷിക്കൂടിനെ പോലെയും ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ. ഓക്കെ ആന്റി, പിന്നെ തമിഴ്നാട്ടില് ചെന്നൈയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? സഹിക്കാൻ വയ്യാത്ത ചൂടാ. നല്ല ചൂടാണോ? ഭയങ്കര ചൂടാ. ഇവിടെ കേരളത്തില് ചെറുതായിട്ട് നല്ല ചൂടായിരുന്നു, പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇന്നലെ 2 ദിവസം മഴ പെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ ആന്റി എനിക്കൊന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴയായിരിക്കും, മൺസൂൺ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ ആന്റി, അപ്പം 2ാമത്തെ ചോദ്യം ഇതാണ്: അശ്ശൂർ രാജാവിനെ യഹോവ ഏതൊക്കെ നിർജീവ വസ്തുക്കളോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്?
ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ആന്റി? ആ അശൂർ രാജാവിനെ യഹോവ ഏതൊക്കെ നിർജീവ വസ്തുക്കളോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ചിറക് അനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നു. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ കൽപ്പം കാട്ടുമോ? ഓക്കെ, ഇപ്പൊ പറഞ്ഞതിനകത്ത് ജീവൻ ഇല്ലാത്തത് ഏതൊക്കെയാ? അപ്പോ നിർജീവമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാ? 2 വസ്തുക്കള്. കോടാലി, ആ ഈർച്ചവാൾ. ആ ഓക്കെ, അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ് കോടാലി, ഈർച്ചവാൾ. ഈർച്ചവാൾ. യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആ ഓക്കെ, ചോദ്യം ഇതാണ്: വെട്ടുന്നവനോട് വമ്പ് പറയുകയോ അറുക്കുന്നവനോട് വലിപ്പം കാട്ടുകയോ ചെയ്യരുതാത്തത് ഏതെല്ലാമാണ്? വെട്ടുന്നവനോട് കോടാലി. അറുക്കുന്നവനോട് വലിപ്പം കാട്ടുകയോ ചെയ്യാത്തത് ആരാണ്? എന്തെല്ലാമാണ്? പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെ മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. ഓക്കെ, ഇതിലിപ്പോ 2 വാക്കുകളുണ്ട്. ആന്റി നേരത്തെ പറഞ്ഞ ഉത്തരത്തോട് ചെറിയ സാമ്യമൊക്കെ, ചെറിയ സാമ്യമല്ല, സാമ്യമുണ്ട്. വെട്ടുന്നവനോട് വമ്പ് പറയുകയോ അറുക്കുന്നവനോട് വലിപ്പം കാട്ടുകയോ ചെയ്യാത്ത സാധനങ്ങൾ എന്തൊക്കെ? അത് ഈർച്ചവാള്. ഈർച്ചവാളും ഒന്നും കൂടിയുണ്ട്. ഈർച്ചവാളും നേരത്തെ പറഞ്ഞതിലുണ്ട്. കോടാലി. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അത് പറയാൻ എന്ത് പറ്റി? സംശയം? അതെ അതെ, ശരി ഉത്തരം. അതെ, ശരി ഉത്തരം ഇതാണ് കോടാലിയും ഈർച്ചവാളും. ഇനി ഇങ്ങനെ സംശയിക്കരുത് കേട്ടോ. മനസ്സിൽ ആദ്യം ഈശോ തരുന്ന ഉത്തരം ചിലപ്പോൾ ശരിയായിരിക്കും, അതങ്ങ് പറഞ്ഞാൽ മതി. അതെ. ഓക്കെ, അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവന്റെ ബലിഷ്ഠന്മാരുടെ ഇടയിൽ അയക്കുന്നത് എന്താണ്? ക്ലിയർ ആയോ ആന്റി? കർത്താവിന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയം അയക്കും. ശരി ഉത്തരമാണ്. റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ക്ഷയിപ്പിക്കുന്ന രോഗം, അതായത് ക്ഷയം. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരി ഉത്തരം നൽകിയല്ലേ? ഓക്കെ ആന്റി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ട് പാടുവാണോ? ആന്റി എന്താ ചെയ്യുന്നേ? വചനം പറയുവാണോ, പാട്ട് പാടുകയാണോ? എന്താ ചെയ്യാൻ ഇഷ്ടം? എന്തോ? ഒരു പാട്ട്. ഓക്കെ ആന്റി, പാടിക്കോളൂ പാടിക്കോളൂ. എല്ലാം അങ്ങേ മാസത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മാസത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമാ തിരുനാമമുയർന്നിടട്ടെ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിന്ന് സ്വഭാവം പകരണമേ. ദിവ്യകാലെന്നെ നിറയ്ക്കണം. ആന്റി വളരെ നന്നായിട്ട് പാടി കേട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനം വളരെ മനോഹരമായിട്ട് പാടി. ഹലോ ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. സന്തോഷമായല്ലോ പാടിയപ്പോ? സന്തോഷമായി. ഓക്കെ, അപ്പോ മദ്രാസ് അവിടെ നമ്മുടെ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴായാലും വിളിക്കാം കേട്ടോ. പിന്നെ ഞാൻ വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു സമയമാണ്. എന്ത് പറ്റി ആന്റി? എന്റെ കൂടെ അവിടെ ടേപ്പ് ചെയ്യല്ലേ, അവിടെ ഒരു സഹപ്രവർത്തക മരിച്ചുപോയി. ഇന്നിപ്പോ അവിടെ ശവം അടക്കണം. ഓക്കെ, അതിന്റെ കണ്ടോണ്ടിരുന്ന സമയത്താ വിളിച്ചേ. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് ആൻസർ പറയാനൊക്കെ പതറി. ഓക്കെ ആന്റി, ഓക്കെ ഓക്കെ, ആ അവസ്ഥ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ഈശോ ആശ്വസിപ്പിക്കട്ടെ. ജനിച്ചാൽ ഒരിക്കൽ, അതെ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമല്ലോ. അപ്പൊ അത് ഈശോ പെട്ടെന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ.
അതെ, എനിക്ക് അങ്ങനെ ചിന്തിച്ചിരിക്കുവാ ഞാൻ. ഒട്ടും സന്തോഷത്തോടല്ല ഇരിക്കുന്നത്. ഓക്കെ ആൻറ്റി, ഓക്കെ ഓക്കെ. ആ വിഷമത്തിലാണെങ്കിലും നമ്മുടെ ഒരു കോള് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം കണക്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സിന് നന്ദി. ആ ആത്മാവിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. ഞാന് 19 വർഷത്തിന് മുമ്പ് ക്യാൻസർ സർവൈവറാണ്. ഓ, അപ്പൊ വലിയൊരു സാക്ഷിയാണല്ലേ ജീവിതം മുഴുവനും. അതെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്ന് കുഞ്ഞുങ്ങളെല്ലാം ചെക്കപ്പ് ഒക്കെ ചെയ്തു. നാട്ടിൽ നിന്ന് ആശുപത്രി ചെക്കപ്പ് ചെയ്താ വന്നത്. ഓക്കെ, ഒരു കുഴപ്പമില്ല. അതിപ്പോ ആന്റി പാടി, അതെ അതെ, ആന്റി ഇപ്പൊ പാടിയ പാട്ടിലും അതാണല്ലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് അത്രയും അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളതിന് തെളിവാണല്ലോ. തീർച്ചയായിട്ടും. ഒന്നും വയ്യാന്ന് പറയുന്നത് ഈ വിഷമത്തിൽ. ഓക്കെ ആന്റി, മനസ്സിലാവും. ഓക്കെ ആന്റി, നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. ഓക്കെ 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 ഓക്കെ, താങ്ക് യു ആന്റി. എന്തായാലും വിളിച്ചതിനൊക്കെ താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ സൂസമ്മ ആന്റി ആയിരുന്നു ചെന്നൈയിൽ നിന്ന് നമ്മളെ വിളിച്ചത്. ആന്റി പറഞ്ഞ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത സാഹചര്യങ്ങളെ, ആരോഗ്യ മേഖലയൊക്കെ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ അദ്ദേഹത്തോട്, ആ ബിസിനസ്സുകാരനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വിശ്രമവേളയിൽ ഞാൻ പോയി ജോലി ചെയ്യുന്നു. ഓക്കെ, അത് ശരിയാണ്. ഞാൻ പോയി ജോലി ചെയ്യുന്നു, എനിക്ക് ഒരുപാട് മത്സ്യത്തെ കിട്ടുന്നു അല്ലെങ്കിൽ മീൻ കിട്ടുന്നു, ഞാൻ ഇതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഈ ബിസിനസ്സുകാരൻ പറയുന്നുണ്ട്, ഈ മീനിനെ വിറ്റ് നിനക്ക് കുറച്ചധികം കാശ് സമ്പാദിക്കാമല്ലോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ കാശ് സമ്പാദിച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ബിസിനസ്സുകാരൻ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ കാശ് സമ്പാദിച്ചാൽ നിനക്ക് നല്ല മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ നല്ല വിപണികളിൽ കൊണ്ടുപോയി ഈ മത്സ്യത്തെ വിൽക്കാം, ഉയർന്ന വിലയ്ക്ക് വിൽക്കാം, അങ്ങനെ കൂടുതൽ അതിൽ നിന്നും ഇരട്ടി ലാഭം ഉണ്ടാക്കാം. അപ്പോൾ ഈ മീൻപിടുത്തക്കാരൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈ ബിസിനസ്സുകാരന് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വന്ന് തുടങ്ങുന്നെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ നിന്നും നിനക്ക് നല്ലൊരു ബോട്ട് വിലയ്ക്ക് വാങ്ങി സ്വന്തമായിട്ട് ഈ വഞ്ചിയിൽ പോകുന്നതിനേക്കാൾ അധികമായി ഒരു ബോട്ടിൽ പോയി മീൻ പിടിക്കാനാകും. അങ്ങനെ വീണ്ടും നിനക്ക് പണം ഇരട്ടിക്കാം, നിന്റെ ജീവിതം കുറച്ചുകൂടി സുഖകരമാകും. അപ്പോൾ ഈ മീൻപിടുത്തക്കാരൻ വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് ആ ബിസിനസ്സുകാരൻ അദ്ദേഹത്തോട്, ആ മീൻപിടുത്തക്കാരനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഒരുപക്ഷെ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകുമോ, അതോ സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ ക്ഷമയോടെ അദ്ദേഹത്തെ കേട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുത്ത് കാണുമോ എന്നുള്ള ഒരു കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സലീല ഗിൽബർട്ട്. സലീല ആന്റി, എവിടെ നിന്ന് വിളിക്കുന്നു? കവടിയാർ. ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? എന്താ? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഉച്ചക്കുള്ളത് ആയില്ല. ഓക്കെ, രാവിലെ കാപ്പി കുടിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലെല്ലാരും സുഖമല്ലേ? ദൈവകൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു. അത് തന്നെ ദൈവത്തിന്റെ നടത്തിപ്പ്. അത്രയും സന്തോഷമുള്ള ഒരു സുഖം കേട്ടപ്പോ നമുക്കും ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ ആന്റി നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇടയ്ക്ക് നമുക്ക് പതിയെ വിശേഷങ്ങളിലോട്ടൊക്കെ വരാം. ഓക്കെ, അപ്പം ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അവൻ ഭൂമിയെ അടിക്കുന്നത് ഏത് വടി കൊണ്ടാണ്? തന്റെ വായ് എന്ന വടിയുണ്ട്. ശരി ഉത്തരമാണ്. ദൈവത്തിന്റെ വായ്. അതെ ആന്റി, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, തന്റെ വായ് എന്ന വടി. അതെ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ചോദ്യം ഇതാണ്, അവന്റെ നടുക്കെട്ടും അരക്കച്ചയും ആയിരിക്കുന്നത് എന്തെല്ലാമാണ്? നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചി. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, നീതിയും വിശ്വസ്തതയും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടല്ലോ. ആന്റി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ രാവിലെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു, അങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഒരു ദൈവിക വിളി പോലെ എനിക്കൊരു വിളി കിട്ടി. എന്താന്നറിയാമോ? ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്, എഴുന്നേൽക്ക. അതുപോലൊരു ശബ്ദം ആയിരുന്നു, ദൈവം എന്നെ തട്ടി ഉണർത്തിയതുപോലെ. അങ്ങനെ എണീറ്റു?
അങ്ങനെ എണീറ്റു. അതെ. അപ്പൊ ദൈവത്തിന്റെ സ്വരം പോലെ നമ്മളുമായിട്ടും കണക്ട് ആയി വചനം പറയാൻ പറ്റുന്നു അല്ലേ? അതെ 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 അതെ. ഓക്കെ, വലിയ സന്തോഷം അത് കേട്ടതില്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതെ. ഓക്കെ, ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി പൂർണ്ണമായിരിക്കുന്നത് ഏതിനാലാണ്? ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട്. യഹോവയുടെ പരിജ്ഞാനം. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, യഹോവയുടെ പരിജ്ഞാനം കൊണ്ട്. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് അങ്ങ് ചോദിച്ചാലോ? അപ്പം എല്ലാം ശരിയാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്: ഇശ്ശായിയുടെ വേരായവന് ലഭിക്കുന്ന ബഹുമതി എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ആന്റി? ഇല്ല. ഇശ്ശായിയുടെ വേരായവന് ലഭിക്കുന്ന ബഹുമതി എന്താണ്? ജാതികൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. ശരി ഉത്തരമാണ്, വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഉത്തരം ഇതാണ്: ജനങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന അവനെ ജനതകൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നില്ലേ ഉത്തരത്തില്? ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിട്ടുണ്ട്. സന്തോഷായില്ലേ? ഓക്കെ, അപ്പൊ ഇത് ഓക്കെ. അപ്പൊ നമ്മുടെ വചന സമീക്ഷ എല്ലാ ദിവസവും കാണുക, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കുക കേട്ടോ. തിരുവനന്തപുരത്ത് നിന്നും സൈല ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. വളരെ രസകരമായിട്ട് തന്നെ ആന്റി നമ്മളോട് സംസാരിച്ചു. ഒപ്പം തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി. അപ്പോൾ ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. വീണ്ടും ബിസിനസ്സുകാരൻ പറയുന്നുണ്ട് ആ മീൻപിടുത്തക്കാരനോട്, താങ്കൾക്കൊരു ബോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ ഒരു ബോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ഒത്തിരി മീനിനെ പിടിക്കാം, ഈ വഞ്ചിയിൽ പിടിച്ചിടുന്നതിനേക്കാൾ അധികമായിട്ട് അതിൽ പിടിക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം അല്ലെങ്കിൽ പ്രതിഫലം ഇരട്ടിപ്പിക്കാം. അപ്പോഴും മീൻപിടുത്തക്കാരൻ ചോദിക്കുന്നുണ്ട്, ശരി സമ്മതിച്ചു, ഞാൻ എൻ്റെ അധിക സമയം അല്ലെങ്കിൽ വിശ്രമ സമയം കൂടി ജോലി ചെയ്യുന്നു, മീൻ പിടിക്കുന്നു, അതിൽ നിന്ന് ലാഭമുണ്ടാക്കി ഞാൻ വലിയൊരു ബോട്ട് വാങ്ങുന്നു, ആ ബോട്ടിൽ നിന്നും മീൻ പിടിക്കുന്നു, പിന്നെ ഞാൻ ഇനി എന്തു ചെയ്യും, പിന്നെയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ബിസിനസ്സുകാരൻ വീണ്ടും ക്ഷമയോടെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു വലിയ ബോട്ട് നീ വാങ്ങുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പേരെ ജോലിക്ക് നിയമിക്കാം, നിനക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാനാകും, അതോടൊപ്പം തന്നെ നീയും നിന്റെ കുടുംബവും നിന്റെ ജീവിത പശ്ചാത്തലവും ഒക്കെ ഉയർന്ന ഗതിയിലേക്ക് സമ്പന്ന നിലയിലേക്ക് പോകും. അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ വീണ്ടും ലാഘവത്തോട് ചോദിക്കുന്നു, അതിനുശേഷം ഞാൻ എന്താ ചെയ്യുക? ഞാൻ ആ ബോട്ടിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ബോട്ടിനെ നിയന്ത്രിക്കുന്ന മുതലാളിയായിരുന്നു കൊണ്ടായാലും ഞാൻ ഇതൊക്കെ തന്നെയല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെയല്ലേ ഇരിക്കുക? അപ്പോൾ ഈ ബിസിനസ്സുകാരൻ ക്ഷമയോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, സുഹൃത്തെ അങ്ങനെയല്ല, താങ്കൾ ഒരു വലിയ മുതലാളിയാവുകയാണെങ്കിൽ, ഒരുപാട് പേരുടെ കുടുംബങ്ങൾക്ക് താങ്ങാകുന്ന നല്ലൊരു മനുഷ്യനാവുകയാണെങ്കിൽ അപ്പോഴൊക്കെയും അവരുടെ പ്രാർത്ഥന താങ്കൾക്കൊപ്പം ഉണ്ടായിരിക്കും. താങ്കൾ എവിടെ ആയിരിക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടിയായി ഉയരുവാനും താങ്കൾക്ക് സാധിക്കും. അപ്പോഴും ആ മീൻപിടുത്തക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ലയോ സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കളുടെ കുടുംബത്തോടൊപ്പം ഇവിടെ വിശ്രമവേള ആനന്ദകരമാക്കാൻ വന്നു, ഞാനും അത് തന്നെയല്ലേ ചെയ്യുന്നത്? എൻ്റെ ജോലിക്ക് ശേഷമുള്ള സമയം ഞാൻ ഈ വിശ്രമത്തിനായി എടുക്കുന്നു, അതിൽ നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് ഒന്നു തന്നെയല്ലേ എന്നുള്ളത്. പെട്ടെന്ന് ബിസിനസ്സുകാരന് ഒന്നും മറുപടി നൽകാനുണ്ടായിരുന്നില്ല. കാരണം ശരിയാണ്, അതിന്റെ യാഥാർത്ഥ്യം ശരിയാണ്, താങ്കൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ അതിനുള്ള മറുപടി എന്നോണം ആ ബിസിനസ്സുകാരൻ അയാളെ, ആ മീൻപിടുത്തക്കാരനെ പുഞ്ചിരിയോടെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു സന്ദേശം അല്ലെങ്കിൽ അവിടെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവിടെ ഒരു ചിന്ത ഈ ബിസിനസ്സുകാരന്റെയും മീൻപിടുത്തക്കാരന്റെയും ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസൻ ആന്റി. എവിടെ നിന്ന് വിളിക്കുന്നു? മല്ലപ്പള്ളി. അതെ. ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇന്ന് രാവിലെ മഴ പെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ആന്റി വചന സമീക്ഷ കാണാറുണ്ടോ എല്ലാ ദിവസവും? എല്ലാ ദിവസവും ചിലപ്പോ മിക്കവാറും സമയം കിട്ടുന്നതനുസരിച്ച് കാണാറുണ്ട് അല്ലേ? അതെ. ഓക്കെ ഓക്കെ, അപ്പം ആന്റി സന്തോഷം. നമ്മുടെ പ്രേക്ഷകയായിരിക്കും, ഒപ്പം തന്നെ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തതിൽ. നമുക്ക് എന്തായാലും ആന്റിയോടുള്ള ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ?
പോകാം. ഓക്കെ, അപ്പം ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ്: യഹോവയെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആലങ്കാരിക വാക്കുകൾ ഏതെല്ലാമാണ്? ആന്റി, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആണ്. യഹോവയെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആലങ്കാരിക വാക്കുകൾ ഏതെല്ലാമാണ്? വെളിച്ചം, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്, തീയും ജ്വാലയും. ആ, അപ്പൊ ആന്റി അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനിയുള്ള ഉത്തരങ്ങൾ അങ്ങനെ തന്നെ പറയുക. പറയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഓക്കെ, ആന്റിക്ക് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്: വെളിച്ചം ഒരു തീയും പരിശുദ്ധൻ ഒരു ജ്വാലയും ആയിരിക്കുന്നത് ആരുടെയാണ്? ദൈവത്തിന്റെ, ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാവോ? ഇസ്രായേലിന്റെ. ഉറപ്പിച്ചു, ലോക്ക് ചെയ്തു. ആ, ദൈവം എന്ന് പറഞ്ഞിരുന്നെങ്കിലും തെറ്റിപ്പോവായിരുന്നു. ഇസ്രായേൽ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇസ്രായേലിന്റെ. ഓക്കെ അല്ലേ? ആ, അതെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: തങ്ങളെ അടിച്ചവനെ വീണ്ടും ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കുന്നത് ആരാണ്? ഇസ്രായേൽ. യാക്കോബ് ഗ്രഹത്തിലെ വ്യക്തിഗത ഗുണവും. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പോരാ? ഇസ്രായേൽ മുഴുവൻ ഇസ്രായേലും ഉണ്ടോ? ഇസ്രായേലിലെ മുഴുവൻ ആൾക്കാരും ഉണ്ടോ? യാക്കോബ് ഗ്രഹത്തിലെ. അതൊക്കെ ഇസ്രായേലിൽ ആരാണ്? ഒരു പ്രത്യേക ഒരു ഗണത്തെ പറയുന്നുണ്ട്. ഇസ്രായേലിൽ ശേഷിച്ചവരെ. അതെ, അതാണ് കറക്റ്റ് ഉത്തരം. അപ്പൊ എന്തായാലും പറഞ്ഞല്ലോ. അപ്പൊ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ഇസ്രായേലിൽ അവശേഷിച്ചവരും യാക്കോബ് ഗ്രഹത്തിലെ രക്ഷിത ഗണവും. ഓക്കെ, നമുക്ക് വചനത്തിൽ കിടക്കുന്ന അതേപോലെ വേണമല്ലോ, അതുകൊണ്ടാണേ. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: സർവഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തുന്നത് ആരാണ്? യഹോവയായ കർത്താവ്. യഹോവയായ ദൈവം. ഓക്കെ, ഏറെക്കുറെ ശരിയാണ് ഉത്തരം. യഹോവ. ഓക്കെ, ശരിയാണ്. എന്നാലും വചനത്തിൽ ഒരു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ആരാണ്. മീൻസ് യഹോവയ്ക്കൊരു സൈന്യങ്ങളുടെ യഹോവയായ. ശരി ഉത്തരം. അത് തന്നെയാണ് ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ് ആന്റി. ഉത്തരം ഇതാണ്, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. യഹോവ എന്നൊക്കെ നമ്മൾ ഒരുപാട് എടുത്ത് കാണുന്നില്ലേ, പക്ഷെ ഇതേ വചനത്തിൽ പറയുന്നത് എന്താ ഇവിടെ, അതായത് കൃത്യമായിട്ട് പറയുമ്പോൾ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. ഇപ്പൊ 4 ഉത്തരവും ശരിയായില്ലേ? അപ്പൊ സന്തോഷമായില്ലേ 4ഉം ശരിയാക്കിയപ്പോ? സന്തോഷമായി. അപ്പൊ ഇനി വചന സമീക്ഷ കാണുകയും ഇതുപോലെ വിളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് ശരി ഉത്തരങ്ങൾ ആക്കണ്ടേ ചോദ്യങ്ങൾക്കെല്ലാം. ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ സൂസൻ ആന്റിയാണ് നമ്മളെ വിളിച്ചത്. നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ അവസാനത്തെ കോളർ സൂസൻ ആന്റി ആയിരുന്നു. ആന്റി നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ആ ഒരു കുടുംബത്തിന്റെ പ്രാർത്ഥന ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് അവിടെ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ഉയരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ചെറിയ പ്രാർത്ഥനകളും അതിന് വിലമതിക്കുന്നതാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കോളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെയും നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, അവസാനത്തിലേക്ക് കടന്നു വരാം. ആ ബിസിനസ്സുകാരനും മീൻപിടുത്തക്കാരനും ഒരു പുഞ്ചിരി കൈമാറി 2 വഴിക്ക് തന്നെ മടങ്ങുമ്പോൾ രണ്ടുപേരുടെ ഉള്ളിലും ഉരുവായി വന്നൊരു കാര്യം, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയായിരുന്നു. രണ്ടുപേരും അവരുടെ ജോലി ചെയ്തതിന് ശേഷം വിശ്രമവേളകളെ ആനന്ദകരമാക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ ജീവിക്കാൻ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യത്തെ നേടിയെടുത്ത് ആ ഒരു വിശ്രമ സമയത്തെ ഏറ്റവും സന്തോഷകരമാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ ചെറിയൊരു ലാഘവത്തോടെ, ഒരുപക്ഷെ എന്തിനേറെ പറയുന്നു, ഉള്ള ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തുന്നു. അതായത് ഇനിയും നേടുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ജീവിതവും.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഏത് രീതിയിലാകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുത്ത് നല്ല പണം സമ്പാദിച്ച് നല്ലതുപോലെ കുടുംബത്തെ നോക്കി ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത്രത്തോളം കഠിന അധ്വാനം ചെയ്യുവാൻ, അത്രത്തോളം പരിശ്രമിക്കുവാൻ, സമയത്തിന്റെ മൂല്യത്തെ ഒരിക്കലും തള്ളിക്കളയാതെ അതിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കണം. എന്നാൽ അതേസമയം ഈ ജീവിതം മതി, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഞാൻ തൃപ്തനാണ് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാകട്ടെ തങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുമ്പോൾ അവിടെ ഒരിക്കലും നമ്മുടെ കൂടെയുള്ളവർ പണമില്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നോ ഒരിക്കലും തള്ളപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ നാം പ്രത്യേകം പരിശ്രമിക്കണം. കാരണം കൂടെയുള്ളവരെ കൂടി മുറുകെ പിടിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമയത്തെ മാനിക്കേണ്ടതും നമ്മളാണ്. നമ്മുടെ ജോലിയെ മാനിക്കേണ്ടതും നമ്മളാണ്. നമ്മുടെ വിശ്രമവേളകളെ ആനന്ദകരമാക്കേണ്ടതും നമ്മൾ തന്നെയാണ്. തികച്ചും രണ്ട് വശങ്ങളിലേക്ക് നീങ്ങുന്ന രണ്ട് സാങ്കല്പികമായ ജീവിത കഥകൾ മാത്രമാണ് ഈ മുക്കുവനും അതോടൊപ്പം ബിസിനസ്സുകാരനും നമ്മളോട് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. എന്ത് തന്നെയായിരുന്നാലും കഠിനാധ്വാനത്തിനും സമയത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലവും കാലവും ലോകവും നമുക്ക് നൽകും. അതിനായി നമുക്കും കാത്തിരിക്കാം ശുഭപ്രതീക്ഷയോടെ. വചനസമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.